ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്. അതിൽ മെയിൻ്റനൻസാണ് ഞാൻ ഇതിൽ പറയുന്നത്. എന്താണ് മെയിൻ്റനൻസ് എന്താണെന്നുള്ള പല സ്റ്റേജുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ സ്റ്റേജസ് ഫേസസുകൾ പറയുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുള്ളതാണ് മെയിൻ്റനൻസ്. ആ പേര് തന്നെ വളരെ സിമ്പിളാണ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ അവസാനത്തെ പോർഷനാണ് മെയിൻ്റനൻസ്. അതായത് കസ്റ്റമറിന് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഡെലിവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഇതാണ് മെയിൻ്റനൻസ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനും അതിന് പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതാണ് മെയിൻ്റനൻസ് എന്നുള്ള സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള മെയിൻ്റനൻസുകളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പലതരത്തിൽ പഠിക്കാനുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ് എല്ലാം. പക്ഷേ നിങ്ങളുടെ ഈ ഒരു BCA സിലബസിൽ അത് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ പറയാത്തത്. മെയിൻ്റനൻസ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മെയിൻ്റനൻസ് എന്താണെന്നും സപ്പോർട്ടബിലിറ്റി എന്താണെന്നും ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് പെടുന്നതാണ് സോഫ്റ്റ്വെയർ റീ എഞ്ചിനീയറിംഗ്. അത് അടുത്ത വീഡിയോയിൽ പറയാം. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഈസ് എ പാർട്ട് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. ഇറ്റ്സ് മെയിൻ പർപ്പസ് ഈസ് ടു മോഡിഫൈ ആൻഡ് അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആഫ്റ്റർ ഡെലിവറി ടു കറക്റ്റ് ഫോൾട്ട്സ് ആൻഡ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഫോൾട്ടുകൾ കറക്റ്റ് ചെയ്യാനും തെറ്റുകൾ റിമൂവ് ചെയ്യാനും വേണ്ടി സോഫ്റ്റ്വെയറിൽ നടത്തുന്ന അപ്ഡേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷനെയാണ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അത് സോഫ്റ്റ്വെയറിൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറയുന്നൊരു പോയിൻ്റ് സോഫ്റ്റ്വെയർ സപ്പോർട്ടബിലിറ്റിയാണ്. അതായത് സോഫ്റ്റ്വെയറിൻ്റെ ഒരു കഴിവിനെയാണ് സോഫ്റ്റ്വെയർ സപ്പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ആവശ്യമായ സിറ്റുവേഷനിൽ അത് സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളത് സോഫ്റ്റ്വെയർ സപ്പോർട്ടബിലിറ്റി എന്ന ക്വാളിറ്റി കൊണ്ടാണ്. അതായത് റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിയുക, ചില പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ കഴിയുക. അങ്ങനെ ഓരോ സിറ്റുവേഷന് അനുസരിച്ചിട്ട് ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് സോഫ്റ്റ്വെയർ സപ്പോർട്ടബിലിറ്റി എന്നുള്ളൊരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ സപ്പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ക്യാപ്പബിലിറ്റിയാണ്. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിലനിൽക്കാനുള്ള സോഫ്റ്റ്വെയറിൻ്റെ capability software supportability എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ capability of supporting a software system over its all product life. ആ ഒരു പ്രൊഡക്റ്റ് ലൈഫിൽ ആ ഒരു പ്രൊഡക്റ്റ് ലൈഫ് ലോങ് ആക്കി നിലനിർത്തുക, അതായത് എല്ലാ സിറ്റുവേഷനിലും നിലനിർത്തുക, അതായത് വാലിഡിറ്റി ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ലൈഫ് നിലനിർത്തലാണ് സോഫ്റ്റ്വെയർ സപ്പോർട്ടബിലിറ്റി. ഇംപ്ലോയി സാറ്റിസ്ഫൈ എനി നെസസറി നീഡ്സ് ഫോർ അതായത് ശരിക്കും നെസസറി കണ്ടീഷൻസ് നിലനിർത്താനും ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് ഉൾപ്പെടുത്താനും പിന്നെ പ്രൊവിഷൻ എക്യുപ്മെൻറ്റ് സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അഡീഷണൽ സോഫ്റ്റ്വെയർ ഫെസിലിറ്റീസ് മാൻ പവർ ഓർ എനി അതർ റിസോഴ്സസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ സോഫ്റ്റ്വെയർ ഓപ്പറേഷണൽ ആൻഡ് ക്യാപ്പബിൾ ഓഫ് സാറ്റിസ്ഫൈങ് ഇറ്റ്സ് ഫങ്ഷൻ. അതായത് അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഫങ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചേഞ്ചുകൾ നടത്തിക്കൊണ്ട് അതിനെ ക്യാപ്പബിളാക്കുക, ആ ഒരു ഫങ്ഷൻ ചെയ്യാൻ ക്യാപ്പബിളാക്കുക. അതാണ് സോഫ്റ്റ്വെയർ സപ്പോർട്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.